ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ടെക് ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നല്ല ടെക് ന്യൂസുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തിറങ്ങുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടെക് ന്യൂസ് എന്തുകൊണ്ടെന്ന് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ടാണ്. റിയൽമി ഇന്നലെ സൈലൻ്റ് ആയിട്ട് സർപ്രൈസിംഗ് ആയിട്ട് ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയൽമി GT2 എന്ന് പറയുന്നൊരു സ്മാർട്ട് ഫോൺ. നല്ലൊരു കിഡിലൻ സ്മാർട്ട് ഫോണാണ്. ഒരു 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല, വൺ ഓഫ് ദി ബെസ്റ്റ് അപ്പോൾ റിയൽമി GT2ൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും പ്രൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിഡിലനൊരു പ്രൈസിൽ ഈ ഫോൺ മേടിക്കാനുള്ള കാര്യവും നമ്മൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് പറയാം. ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൈസ് 8GB 128GB വരുന്നത് 34,999 രൂപയാണ്. അതേപോലെ തന്നെ 12GB 256GB വരുന്നത് 38,999 രൂപയാണ്. ഇനി സ്പെസിഫിക്കേഷൻസിലോട്ട് വരാം. സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 50 MP ഒരു പ്രൈമറി ക്യാമറ, 8 MP ക്യാമറ, അതേപോലെ തന്നെ ഒരു 2 MP തേർഡ് ക്യാമറയുണ്ട്. ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ 16 MP ഒരു ക്യാമറയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിയർ ക്യാമറയിൽ നമുക്ക് പ്രൈമറി ക്യാമറയിൽ മാക്സിമം റെക്കോർഡ് ചെയ്യാവുന്ന ഒരു റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ 4K 30 അല്ലെങ്കിൽ 4K 60 FPS വരെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുമ്പോൾ അത് വളരെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1080p 30 FPS മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളെല്ലാം ചെയ്യുന്നൊരു വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഏറ്റവും കുറഞ്ഞത് 1080p 60 FPS എങ്കിലും കൊടുക്കാം. സാംസങ്ങിൻ്റെയൊക്കെ മിഡ് റേഞ്ച് ഫോണുകൾ ഒരു 25,000 രൂപയ്ക്ക് വരുന്ന M52 എന്നൊക്കെ പറയുന്ന സ്മാർട്ട് ഫോണിനകത്തൊക്കെ 4K 30 FPS റെക്കോർഡൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ 4K 60 FPS വിത്ത് EAS നല്ല അടിപൊളി, അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റെബിലൈസേഷനൊക്കെ കൊടുത്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബാക്കി ഫീച്ചേഴ്സിലോട്ട് വരുവാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററി വിത്ത് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നമ്മൾ റാം വേരിയൻറ്റിലോട്ട് വരുവാണെങ്കിൽ LPDDR5 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് കൂളിംഗ് സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ കൂളിംഗ് സിസ്റ്റം പ്ലസ് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും കുറച്ച് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. HDFC ഒരു കിഡിലൻ ഓഫർ കൊടുത്തിട്ടുണ്ട്. ലോഞ്ചിങ് ഓഫർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ച് നാളത്തേക്ക് കാണാൻ ചാൻസ് ഉള്ളൂ. 5000 രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് HDFC കാർഡ് ഉപയോഗിച്ച് മേടിക്കുന്നവർക്ക്. അപ്പോൾ 34,999 രൂപയ്ക്ക് വരുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. 29,999. അതേപോലെ തന്നെ 38,999 രൂപയ്ക്ക് വരുന്ന ഫോണും നിങ്ങൾക്ക് 5000 രൂപ ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ടെക് ന്യൂസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ടെക് ന്യൂസ് എന്തുകൊണ്ടെന്ന് നോക്കാം. ടെക്നോ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നല്ല ഫീച്ചറുകളൊക്കെ വെച്ചിട്ട് നല്ലൊരു ബഡ്ജറ്റിൽ ഫോണുകൾ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെ അവരൊരു ഗ്ലോബൽ ബ്രാൻഡാണ്. ലോകത്തെല്ലായിടത്തും അവർക്ക് സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യയിൽ അവർ ഗ്ലോബൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഉടനെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടെക്നോ ഫാൻറ്റം എക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ. ഞാൻ അതൊരു ടെക് ന്യൂസിൽ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കർവ്ഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ സാംസങ്ങിൻ്റെ എഡ്ജ് ഫോണിനകത്തും നമ്മുടെ മോട്ടോയുടെ എഡ്ജ് ഫോണിനകത്തൊക്കെ വരുന്ന ടൈപ്പ് കർവ്ഡ് എഡ്ജ് വരുന്ന ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 108 MP പ്രൈമറി ക്യാമറയും ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ 2 ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. 48 MP ഒരു 8 MP ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോസസ്സർ മെൻഷൻ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഗ്ലോബൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ പ്രോസസ്സർ ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. അത് വളരെ പഴക്കം ചെന്നൊരു പ്രോസസ്സറാണ്. അതേപോലെ തന്നെ പക്ഷേ നല്ല കേപ്പബിൾ ആയിട്ടൊരു പ്രോസസ്സറാണ്. ആ ഒരു പ്രോസസ്സർ ആവാൻ ചാൻസ് ഇല്ല. എന്തെന്ന് വെച്ചാൽ പ്രൈമറി ക്യാമറയിലും ഗ്ലോബൽ ലോഞ്ച് ചെയ്തിരുന്ന സമയത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 50 MP പ്രൈമറി ക്യാമറയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലീക്ക് കിട്ടിയേക്കുന്നത് 108 MP ക്യാമറയാണ്. അപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സറിനകത്ത് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G96 ആവാൻ ചാൻസ് ഉണ്ട്. ഒരു 20,000 രൂപ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ലോഞ്ച് എന്ന് തോന്നുന്നു. പിന്നെ കർവ്ഡൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രീമിയം മിഡ് റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോസസ്സറും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പ്രൈസും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ടെക് ന്യൂസ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ടെക് ന്യൂസ് വാട്സാപ്പിനകത്ത് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന ടൈമിൽ, വാട്സാപ്പ് കോൾ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു 35 പേരെയൊക്കെ അടുപ്പിച്ച് നമുക്ക് കോളിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറാണ്, നല്ലൊരു
കിടിലൻ ഫീച്ചറാണ്. നമ്മളൊരു ഗ്രൂപ്പിലുള്ള നമ്മുടെ ഒരു സ്കൂളിൽ പഴയ ഒരു സ്കൂൾ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരുവിധം ആൾക്കാരെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 4ാമത്തെ ടെക് ന്യൂസ് എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തേർഡ് പാർട്ടി കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസും ഗൂഗിൾ മെയ് 11 മുതൽ റിമൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസും പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുമെന്നാണ് ഗൂഗിൾ പറഞ്ഞേക്കുന്നത്. മെയ് 11 സ്റ്റാർട്ട് ചെയ്യും റിമൂവിങ് പ്രോസസ്സ്. അപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ സാംസങ്ങും അങ്ങനെ ചില സ്മാർട്ട് ഫോണുകളിൽ മാത്രമേ ഉള്ളൂ ഇൻബിൽഡായിട്ട് കോൾ റെക്കോർഡിംഗ് ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇനി കോൾ റെക്കോർഡിംഗ് യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പുറത്തുനിന്ന് സെക്യൂർഡ് അല്ലാത്ത ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യും. അത് ഡേഞ്ചറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ ലോസൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന ആപ്ലിക്കേഷൻസ് പോലും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ 5ാമത്തെ ടെക് ന്യൂസ് എന്നോട് നോക്കുകയാണെങ്കിൽ പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും. അപ്പോൾ പോക്കോ അവരുടെ പുതിയ കുറച്ച് കാറ്റഗറി പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇതുവരെ അവർക്ക് സ്മാർട്ട് ഫോണുകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ലോഞ്ച് ചെയ്ത ടൈമിൽ എനിക്ക് പോക്കോ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ യുണീക്കായിട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പോക്കോ F1 എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് മൊത്തം അവർ റീബ്രാൻഡഡ് വേർഷനാണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അത് എന്താണ് നമുക്കെന്നാൽ പിന്നെ മറ്റേ ബ്രാൻഡിൽ നിന്ന് എടുത്താൽ പോരെ. ചുമ്മാതെ പോക്കോ റീബ്രാൻഡ് ചെയ്യുമ്പോൾ എന്തോ വ്യത്യാസം വരുന്നത്, വേറെ ഒരു യൂണീക്നെസ്സും അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഈ ഒരു AIT പ്രോഡക്ട്സിനകത്ത് അവരുടെ യുണീക്നെസ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ 1.5 വർഷം മുമ്പേ പറയുന്നുണ്ട് അവർ എന്താണ് എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ കുറച്ച് AIT പ്രോഡക്ട്സ് അവർ വർക്കിലാണ്. അത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് അവർ തന്നെ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർ 2 പ്രോഡക്റ്റ്സാണ് മെയിനായിട്ട് ലോഞ്ച് ചെയ്യുന്നത്, പോക്കോ വാച്ചും അതേപോലെ തന്നെ പോക്കോ ബഡ്സ് പ്രോ എന്ന് പറയുന്നൊരു മോഡൽ. പോക്കോ വാച്ച് ഒരു റീബ്രാൻഡഡ് ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റെഡ്മിയുടെ വാച്ച് 2 ലൈറ്റ് എന്ന് പറയുന്നൊരു മോഡലുണ്ട്, അതിൻ്റെ ഒരു ഡിസൈനൊക്കെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഫീച്ചർ വൈസ് എന്തെങ്കിലും അങ്ങോട്ടും കൂടി ചേഞ്ച് വരുത്താറുണ്ട്, നോക്കാം. അടുത്തായിട്ട് അവർ എക്സ്ക്ലൂസീവായിട്ടൊരു പ്രോഡക്റ്റ് കാണുമെന്ന് ഞാൻ പറയുന്നത് പോക്കോ ബഡ്സ് പ്രോ എന്ന് പറയുന്നൊരു മോഡലാണ്. നല്ല കിഡിലൻ ഒരു ഡിസൈനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ ഗെൻഷിൻ ഇമ്പാക്റ്റിൻ്റെ ഒരു എന്താണ് ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചർ നമുക്ക് പ്രതീക്ഷിക്കാം. വാച്ചിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഒരു 1.6 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഹെഡ് റേറ്റും SPTയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റെസൊല്യൂഷനും 320 സംതിങ് ഒക്കെ വരുന്ന ഒരു റെസൊല്യൂഷനാണ്. നമ്മുടെ സാധാ സ്മാർട്ട് വാച്ചുകൾക്ക് വരുന്ന റെസൊല്യൂഷനാണ് വരുന്നത്. 1.6 ഇഞ്ചിൽ വരാൻ പറ്റുന്ന നല്ലൊരു റെസൊല്യൂഷൻ. ഡിസ്പ്ലേ അമോലെഡ് ആണ്, അപ്പോൾ ആ ഒരു വ്യത്യാസം വരും. അതേപോലെ തന്നെ പോക്കോ ബഡ്സ് പ്രോയ്ക്കകത്ത് വന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ IPX4 റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു പ്രീമിയം അവരുടെ പോക്കോയുടെ ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ടെന്നാണ് ലീക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രീമിയം കാറ്റഗറിയിലായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ലോഞ്ചിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 6ാമത്തെ ടെക് ന്യൂസ് എന്താണെന്ന് നോക്കാം. അവസാനത്തെ ടെക് ന്യൂസാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ട്. എന്തെന്ന് വെച്ചാൽ ആപ്പിൾ ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂസ്. ഐഫോൺ ലവേഴ്സ്, ആപ്പിളിന് ബാക്കി എല്ലാ പ്രോഡക്ട്സും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ ഒരു അഡാപ്റ്റർ, പുതിയൊരു അഡാപ്റ്ററിൻ്റെ ഒരു ലീക്ക്ഡ് ഇമേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇമേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ നമുക്ക് അത്ര കിട്ടിയിട്ടുള്ളൂ. 35 വാട്ടിൻ്റെ ഒരു ഡ്യുവൽ ഡിവൈസസ് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡാപ്റ്ററാണ്. അതേപോലെ തന്നെ പല കൺട്രീസിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഴ്സിൻ്റെ പിക്ചേഴ്സ് നമ്മൾക്ക് കിട്ടിയതിനകത്തുണ്ട്. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ കണ്ടു നോക്കുക. അതേപോലെ തന്നെ 35 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. 20 വാട്ടിൽ നിന്ന് ഡയറക്റ്റ് 35 വാട്ടിലോട്ട് നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐഫോൺ 14 പ്രോ സീരീസിനകത്ത് മിക്കവാറും 35 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരും. കൂടെ ഒരു അഡാപ്റ്ററും കൂടെ ഒരു എക്സ്ട്രാ തരുവാണെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാൻ മാത്രമല്ലേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസ് ഇവിടെ തീർന്നിരിക്കുന്നു. വീഡിയോ മറക്കാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ദിവസം കിടിലൻ ടെക് ന്യൂസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.